ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 140ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം: ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? ഓപ്ഷൻസ്: ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ, രാജാറാം മോഹൻ റോയ്, ജ്യോതിബ ഫുലെ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഓപ്ഷൻസ്: നീലഗിരി, അഗസ്ത്യാർകൂടം, ജിം കോർബറ്റ്, കടലുണ്ടി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, അഗസ്ത്യാർകൂടം. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? 140, 9, 25, 20. ശരിയുത്തരം ഓപ്ഷൻ ഡി, 20. കേരള ജനത എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? EMS, പട്ടം എ താണുപിള്ള, സി അച്യുതമേനോൻ, ആർ ശങ്കർ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, പട്ടം എ താണുപിള്ള. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ്. ശരിയുത്തരം ഓപ്ഷൻ സി, ഒഡീഷ. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ്? ബോംബെ ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി, കേരള ഹൈക്കോടതി, കൊൽക്കത്ത ഹൈക്കോടതി. ശരിയുത്തരം ഓപ്ഷൻ സി, കേരള ഹൈക്കോടതി. കരിമ്പ് താഴെ പറയുന്നവയിൽ ഏതിനം വിളയാണ്? റാബി, ഖാരിഫ്, സെയ്ദ്, ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ ബി, ഖാരിഫ് വിളയാണ്. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ ഏത്? ഓപ്ഷൻസ്: കന്നഡ, തെലുങ്ക്, തമിഴ്, സംസ്കൃതം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, സംസ്കൃതം. ഇന്ത്യൻ സെൻസസ് ദിനം എന്നാണ്? ഓപ്ഷൻസ്: ഏപ്രിൽ 16, ജൂൺ 11, ഫെബ്രുവരി 9, ഡിസംബർ 13. ശരിയുത്തരം ഓപ്ഷൻ സി, ഫെബ്രുവരി 9. മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻസ്: റെറ്റിന, കോർണിയ, ദൃഷ്ടിപടലം, ദൃഢപടലം. ശരിയുത്തരം ഓപ്ഷൻ എ, റെറ്റിനയാണ്. എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കുക, റിവൈസ് ചെയ്ത് നോക്കുക. 10ൽ 10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക് യു.